ഹായ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ PNC മാക്കിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇപ്പോൾ കറൻ്റ്ലി PNC മാക്കിലെ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജൂലൈ 15 ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്. ജൂലൈ 15 ശേഷം നിങ്ങൾക്ക് PNC മാക്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ജൂലൈ 17 വേരിഫിക്കേഷൻ ഡേറ്റ പബ്ലിഷ് ചെയ്യുന്നത്. ജൂലൈ 25 കറക്ഷൻ ഡേറ്റിൻ്റെ സമയം വരും. ജൂലൈ 31 പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. ആൻഡ് ഓഗസ്റ്റ് 3 ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് 17 തൊട്ട് എന്ത് ചെയ്യും, വേരിഫിക്കേഷൻ തുടങ്ങും. അതിനുശേഷം 25 കറക്ഷൻ ടൈം വരുന്നത്. ഈ സമയത്ത് എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിലോ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ആക്കാതിരുന്നിട്ടുണ്ടെങ്കിലോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലോഡാക്കി കറക്റ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ജൂലൈ 31 പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ഈ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു ട്രയൽ റാങ്ക് ലിസ്റ്റാണ്. മീൻസ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള റാങ്ക് ലിസ്റ്റ് വരുന്നതിന് മുന്നേ തന്നെ ഒരു ട്രയൽ കണക്ക് എന്ത് ചെയ്യും, കുട്ടികളുടെ മാർക്ക് ബേസ് ചെയ്ത് എന്ത് ചെയ്യും, ഒരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. അതാണ് ഈ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ്. അതിനുശേഷം ഓഗസ്റ്റ് 3 ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. അതായിരിക്കും ഒറിജിനൽ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് പിന്നെ കോളേജ് സെലക്ട് ചെയ്യുന്നതും അതേപോലെ തന്നെ അഡ്മിഷൻ കിട്ടുന്നതും. PNC മാക്കിലെ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേഷൻ എന്ന് പറയുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഇംഗ്ലീഷ് ഈ 4 സബ്ജക്റ്റിൻ്റെയും കൂടെ മാർക്ക് കൂട്ടിയിട്ട് ടോട്ടൽ 460 416 ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫൈനൽ റാങ്ക് ലിസ്റ്റിന് ശേഷമാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ വരുന്നത്. അപ്പോൾ PNC മാക്കിൽ മെയിനായിട്ട് ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ 10 കോളേജ് മാത്രമേ സെലക്ട് ചെയ്യാനായിട്ട് പറ്റൂ. അപ്പോൾ നിങ്ങളുടെ മാർക്കൊക്കെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉള്ള രീതിയിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, കോളേജ് ഓപ്ഷൻ വെക്കാനായിട്ട്. പിന്നൊരു കാര്യമെന്ന് വെച്ചാൽ ഈ ഓപ്ഷൻ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കൊരു കോളേജ് ആഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. LBSലാണെങ്കിൽ അതിങ്ങനെ പറ്റും, പക്ഷേ PNC മാക്കിൽ ആഡ് ചെയ്യാൻ പറ്റത്തില്ല. പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, അതിനകത്ത് തന്നെ കോളേജ് റീഅറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഇപ്പം 2ാമത് കിടക്കുന്ന കോളേജ് എടുത്ത് 8ാമത് വെക്കാം, 8ാമത് കിടക്കുന്ന എടുത്ത് 2ാമത് വെക്കാം, അങ്ങനെ റീഅറേഞ്ച് ചെയ്യാം. അതേപോലെ തന്നെ ഡിലീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനും ഉണ്ട്. അല്ലാതെ എന്ത് ചെയ്യാനായിട്ട് പറ്റത്തില്ല, പുതിയതായിട്ടൊരു കോളേജ് ആഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. പിന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യും. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്കൊരു കോളേജ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ടോക്കൺ ഫീസ് അടയ്ക്കണം. ടോക്കൺ ഫീസ് PNC മാക്കിൽ വരുന്നത് 10,000 രൂപയാണ്. ഈ 10,000 രൂപ അടയ്ക്കണം. അതേപോലെ തന്നെ അതാത് കോളേജിൽ ചെന്ന് നിങ്ങൾ അഡ്മിഷൻ എടുക്കണം. ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തില്ല, ഒരു കോളേജിൽ നിങ്ങൾ ആ കോളേജിൽ ചെന്ന് അഡ്മിഷൻ എടുത്തില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, ആ കോളേജ് ക്യാൻസലായി പോകും. ഇപ്പോൾ നിങ്ങൾക്ക് ആ കോളേജ് വേണ്ട എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ടോക്കൺ ഫീസ് അടയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നെക്സ്റ്റ് അലോട്ട്മെൻറ്റിൽ വെയിറ്റ് ചെയ്യുക. പക്ഷേ ഇവിടെ ഉള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്ക് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിയ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജ് എന്ത് ചെയ്യും, ക്യാൻസലായി പോകും. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജ് വേണമെങ്കിലും വേണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ആ 10,000 രൂപ ടോക്കൺ ഫീസ് അടച്ചിടുക. സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരും. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കോളേജ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതാത് കോളേജിൽ ചെന്ന് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. പിന്നെ ഈ ഓപ്ഷൻ രജിസ്ട്രേഷനൊക്കെ കഴിയുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഡോക്യുമെൻറ്റ്സും പിന്നെ അതേപോലെ തന്നെ ഫീസൊക്കെ റെഡിയാക്കി വെക്കുക. കാരണം ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അഡ്മിഷൻ എടുക്കാനായിട്ട് കോളേജിൽ ചെല്ലുമ്പോഴേക്ക് ഫീസ് അടച്ചിട്ടില്ല അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ അഡ്മിഷനുള്ള ചാൻസ് പോവുകയാണ് ചെയ്യുന്നത്. കാരണം കോളേജ് അതിനായിട്ട് ഒരു ടൈം തരത്തില്ല, നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാനുള്ള ഒരു ടൈം ഒന്നും തരത്തില്ല. നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ നേരത്തെ തന്നെ നിങ്ങൾ ഫീസ് അടയ്ക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഫീസും ഡോക്യുമെൻറ്റ്സും എല്ലാം നിങ്ങൾ കരുതി വെച്ചേക്കാം. പിന്നെ PNC മാക്കിൻ്റെ വേറൊരു കാര്യമെന്ന് വെച്ചാൽ ഇവിടെ റിസർവേഷൻ ഇല്ല. LBSൽ ഓരോ കമ്മ്യൂണിറ്റിക്കും അതായത് റിസർവേഷൻ സീറ്റ് ഉണ്ട്. പക്ഷേ PNC മാക്കിൽ റിസർവേഷൻ ഇല്ല. എത്രയാണോ മാർക്ക് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നത്. അതേപോലെ തന്നെ ഫീ കൺസെഷനും ഉണ്ടായിരിക്കുന്നതല്ല. എല്ലാ അഡ്മിഷൻ കിട്ടുന്ന എല്ലാ കുട്ടികൾക്കും ഒരേ രീതിയിലുള്ള ഫീസായിരിക്കും. ഒരു ഫീസിന് ആനുകൂല്യം ഉണ്ടായിരിക്കുന്നതല്ല. പിന്നെ CBSE ICSE കുട്ടികൾക്ക് അവർക്കൊരു വെയിറ്റേജ് മാർക്ക് എന്ന് പറഞ്ഞ മാർക്ക് ഉണ്ടായിരിക്കും. അത് ഇതിനകത്ത് ആഡ് ചെയ്യുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ബൈ.